ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുക്കർ പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു സവാള, പിന്നെ ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും, പിന്നെ ഒരു ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ചെറുതായിട്ട് വേണ്ട അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്ക് അധികം നേരമൊന്നും ഇത് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, നമ്മൾ സവാളയൊക്കെ വഴറ്റുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഒരു ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാസ്ത ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ടുകൊണ്ട് ഒന്ന് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നല്ല വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പാസ്ത ഇട്ട് വേവിക്കുന്നത്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മളൊരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളത്. നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറും പാസ്ത മാത്രം മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ചീസൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പാസ്ത ഇടുന്ന സമയത്ത് തന്നെ ചീസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാകുമ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.